ഹലോ. രാവിലെ എണീച്ച് ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് തോന്നിയത് ഒരു റൈഡ് പോയാലോ എന്ന്. പിന്നെ വേറൊന്നും നോക്കിയില്ല, നേരെ പോയി ജാക്കറ്റും എടുത്ത് ഷൂസും എടുത്ത് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അവഞ്ചറിനെയും കുത്തി എണീപ്പിച്ച് നേരെ വിട്ടത് വയനാട്ടിലേക്കാണ്. അപ്പോൾ ഇന്നത്തേത് ഞാൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് ചായ കുടിക്കുമ്പോൾ എടുത്ത തീരുമാനമായതുകൊണ്ട് തന്നെ വേറെ ആരുമില്ല, സോളോ റൈഡാണ്. അപ്പോൾ നമ്മൾ കണ്ണൂരിൽ നിന്ന് രണ്ട് വഴിയിലൂടെ വയനാട്ടിലേക്ക് എത്താം, പാൽച്ചുരം വഴിയും നെടുമ്പൊയിൽ വഴിയും. അപ്പം ഞാൻ പോകുന്നത് പാൽച്ചുരം വഴിയാണ്, തിരിച്ചു വരുന്നതാണെങ്കിൽ നെടുമ്പൊയിൽ വഴിയേ. പാൽച്ചുരം എന്ന് പറയുമ്പോൾ നല്ല കുത്തനുള്ള കയറ്റു ഇറക്കമുള്ള നല്ല അടിപൊളി ചുരമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ബോയ്സ് ടൗണിലേക്ക് എത്തും, പക്ഷെ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള കേർവ്സ് ഒക്കെ ഉള്ള ഒരു ചുരമാണ്. പ്രത്യേകിച്ച് ഒരു ലൊക്കേഷനൊന്നും സെറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ മാനന്തവാട് എത്തിയാലും പിന്നെ നേരെ ചേക്കാടിയിലേക്ക് വിട്ട്. ചേക്കാടി നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ചേക്കാടിയിലെ സുഖുവേട്ടൻ്റെ കടയിലാണ് ഞാൻ ഇന്ന് ചായ കുടിക്കാൻ വന്നിട്ടുള്ളത്. ഈ കടൻ്റെ പിന്നിൽ നല്ല വയലൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് സെൽഫിയെല്ലാം എടുത്താൽ നല്ല ഭംഗിയാണ്. അപ്പം ഞാനും ഒന്ന് രണ്ട് സെൽഫിയെല്ലാം എടുത്ത് അതിനുശേഷം ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. ഇവിടെ സാധാരണ അപ്പവും കടലക്കറിയൊക്കെ ഉണ്ടാവലുണ്ട്, പക്ഷെ ഞാനിവിടെ എത്തുമ്പോഴേക്കും അതൊക്കെ തീർന്ന്. പിന്നെ ലാസ്റ്റ് എനിക്ക് കിട്ടിയത് പഴംപൊരിയും നല്ല അടിപൊളി ചായയാണ്. ഈ ചായൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ചായയാണ്, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ പഴംപൊരി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നമ്മൾ സാധാരണ കഴിക്കുന്ന പഴംപൊരിയൊക്കെ തന്നെയാണ്. തിരിച്ച് വരുന്ന വഴിക്ക് മാനന്തവാട് എത്തിയപ്പോൾ ഞാൻ മാച്ചുവിന് ബണ്ണ് വാങ്ങിക്കാൻ വേണ്ടി നമ്മളെ വാൾനട്ട് ബേക്കറിയിലേക്ക് വന്നതാണ്. ഞാൻ വയനാട് പോകുന്നതെന്ന് പറഞ്ഞാൽ മാച്ചു എന്തായാലും ഈ ഒരു ബണ്ണിന് ഏൽപ്പിക്കുക. രാവിലെ പഴംപൊരിയും ചായയും മാത്രം കുടിച്ചുകൊണ്ട് നല്ലോണം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം വേറെ ഒന്നും നോക്കിയില്ല, ഒരു ചീസ് ബണ്ണും നല്ലൊരു അടിപൊളി ക്യാപ്പിച്ചിനോ ഒക്കെ ഓർഡർ ചെയ്തിട്ട് അതൊക്കെ കഴിച്ച് നല്ലോണം വിശന്നുകൊണ്ടാന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ സോളോ ട്രിപ്പ് പോകുമ്പോൾ ഒരു വൈബ്, നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ വേറൊരു വൈബ്, അങ്ങനെ ഓരോരോ വൈബാണ്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതിനൊരു വട്ടാണല്ലോ അല്ലേ എന്ന്. അപ്പം ഓരോരോ ആൾക്കാർക്കും ഓരോ വട്ടാണല്ലോ. അപ്പം ഇത് എൻ്റെ ഒരു വട്ടാന്ന് പറയുന്നതിൽ എനിക്ക് വലിയ മോശമായിട്ടൊന്നും തോന്നുന്നില്ല. നല്ലൊരു കാര്യമല്ലേ, നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കാര്യമൊന്നുമില്ല. നമ്മൾ ഇഷ്ടത്തിന് യാത്ര ചെയ്യുന്നു, കുറേ ആൾക്കാരെ കാണുന്നു, കുറേ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നു, നല്ലൊരു മൈൻഡ് റിലാക്സിങ് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കുക. ഓക്കെ, തന്നെ അടുത്ത ഒരു വ്ളോഗായിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.